കലാപാഹ്വാനത്തിനാണ് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ അവസാനം സമാനതകളില്ലാത്ത മനുഷ്യ സ്നേഹവും മാനവികമായ കാഴ്ചപ്പാടുകളും ഒക്കെ ഉയർത്തിപ്പിടിച്ചു എന്ന കുറ്റത്തിന് മനാഫിനെതിരെ പോലീസ് കേസെടുത്തു. അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതിയിലാണ് കലാപാഹ്വാനം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്നത്തെ ഈ വീഡിയോ കേരള പോലീസിന് വേണ്ടിയിട്ടുള്ളതാണ്. മനാഫിനെതിരെ നിങ്ങളിപ്പോൾ കേസെടുത്തു, അതും കലാപാഹ്വാന കുറ്റം ചുമത്തിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. നാളെ നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം, വലിയ വലിയ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടേക്കാം. ആ സമയത്ത് മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പലരും രംഗത്തേക്ക് ഇറങ്ങിയെന്ന് വരില്ല. അതല്ലെങ്കിൽ ഒറ്റയാൾ പോരാട്ടം നടത്താൻ മനാഫിനെ പോലെ ഒരാൾ ഇനി നമ്മുടെ മലയാളക്കരയിൽ ഉണ്ടായി എന്നും വരില്ല. അതിന്റെ കാരണം നിങ്ങൾ ഈ രീതിയിൽ മനുഷ്യ സ്നേഹത്തിന് പ്രാധാന്യം നൽകി ഇറങ്ങിത്തിരിച്ച ഒരു യുവാവിനെതിരെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെതിരെ അർജുന്റെ ഫാമിലി തന്ന ഒരു പരാതിയുടെ പേരിൽ കലാപാഹ്വാനം അടക്കമുള്ള ഗുരുതരമായ അല്ലെങ്കിൽ രാജ്യദ്രോഹം അടക്കമുള്ള വകുപ്പുകളൊക്കെ ചേർത്ത് കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ഇതിനോട് വല്ലാത്ത മടുപ്പ് തോന്നും. ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് മനുഷ്യർ ചിന്തിച്ചു പോകും. അതുകൊണ്ട് മനാഫിനെ പോലെ ഇത്തരം മാനവികമായ കാഴ്ചപ്പാടുകളും മനുഷ്യ സ്നേഹവുമുള്ള മനുഷ്യർ, മനാഫിനെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി അതിൽ നിന്നും ഊർജം നേടിയ മനുഷ്യർ നാളെ നമ്മുടെ നാട്ടിൽ വല്ല ദുരന്തവും ഉണ്ടായാൽ മുന്നിട്ടിറങ്ങാൻ അവർ മാനസികമായി മടിക്കും. അതിന് പോലീസിന്റെ ഈ സമീപനം ഒരു കാരണമായേക്കാം. ഇനി മനാഫിനെതിരെ പരാതി കൊടുത്ത അർജുന്റെ സഹോദരി അഞ്ജു മുമ്പ് മനാഫിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. മനാഫ് വളരെ വികാരപരമായാണ് സംസാരിക്കുന്നത്. മനാഫിനെ ആക്രമിക്കപ്പെട്ടു, വേട്ടയാടപ്പെട്ടു സൈബർ ഇടത്ത്. നിങ്ങളുടെ കുടുംബത്തിന് നേരെയും അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അഞ്ജുന് എന്താണ്? മനാഫിക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ്. ഒരു മനുഷ്യൻ, ഒരു മുതലാളി തന്റെ സഹോദരനെ പോലെ കണ്ട് സ്നേഹിച്ച തൊഴിലാളിയായ ഡ്രൈവർക്ക് ഒരു അപകടം സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിടാതെ ഉടൻ തന്നെ ഓടി അവിടെ എത്തി. അദ്ദേഹത്തിന് വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ച് പല പ്രതിസന്ധികളും നേരിട്ട് ജീവനോടെയോ അല്ലെങ്കിൽ അവന്റെ മൃതദേഹമെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തി. താൽക്കാലികമായിട്ടാണെങ്കിലും സ്വന്തം കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് ആ ചെളിയിലും വെള്ളത്തിലും മഞ്ഞിലും മഴയിലും രാവെന്നോ പകലെന്നോ ഇല്ലാതെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ച് പല പ്രതിസന്ധികളും നേരിട്ട് ജീവനോടെയോ അല്ലെങ്കിൽ അവന്റെ മൃതദേഹമെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തി. അവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞു. ഒരു വേള പോലീസുകാർ പോലും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു. വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് അദ്ദേഹമാണ് ആദ്യം നേരിട്ടത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ വന്നു. കള്ളക്കടത്തുകാരനാണെന്നും ചന്ദനം കടത്തുന്നവനാണെന്നും സ്വർണ്ണക്കടത്തുകാരനാണെന്നും ഒക്കെ പലതരത്തിലും അദ്ദേഹത്തിനെതിരെ കഥകളുണ്ടായി. പോലീസിൽ കേസുണ്ടായി. ഏതൊക്കെ രീതിയിലാണോ അദ്ദേഹം ആ വെള്ളത്തിൽ വീണുപോയ അർജുനെയും ആ ലോറിയും കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ, അതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് അദ്ദേഹം നേരിട്ടത്. എന്നിട്ടിപ്പോൾ അദ്ദേഹത്തിനെതിരെ, മനാഫിനെതിരെ അർജുന്റെ കുടുംബം തന്നെ കേസുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഇനി ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു മനുഷ്യന് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ മനുഷ്യ സ്നേഹത്തെ മുൻനിർത്തി ആരെങ്കിലും മുന്നിട്ടിറങ്ങുമോ? എന്നിട്ടും അദ്ദേഹം പറയുന്നു തന്റെ ഭാഗത്തു നിന്ന് വന്ന വൈകാരികമായ വാക്കുകൾക്കൊക്കെ, അത്തരം പ്രതികരണങ്ങൾക്കൊക്കെ ഞാൻ ആ കുടുംബത്തോട് മാപ്പ് പറയുന്നു. അർജുന്റെ കുടുംബം എന്റെ കുടുംബമാണ്, എന്റെ ഫാമിലിയാണ്, എന്റെ സഹോദരിമാരാണ്, അവർ എന്റെ സഹോദരങ്ങളാണ്. എന്റെ ഭാഗത്തു നിന്ന് വന്ന വാക്കുകൾക്കൊക്കെ ഞാൻ മാപ്പ് പറയുന്നു എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനാഫിനോടല്ലേ മാപ്പ് പറയേണ്ടത്? ഇങ്ങനെ ഒരു വ്യവസ്ഥിതിയിൽ ജനിച്ചതിന്, ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിന്, ഇത്രയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് അർജുന് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും അവസാനം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വന്ന ഗതികെട്ടവരാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മളല്ലേ ഈ മനാഫിനോട് മാപ്പ് ചോദിക്കേണ്ടത്? മനാഫിനോട് നമ്മളല്ലേ ക്ഷമ പറയേണ്ടത്? മനാഫിനെതിരെയുള്ള പരാതിയിൽ പ്രധാനമായും പറയുന്നത് സൈബർ അറ്റാക്കിന് മനാഫ് നേതൃത്വം കൊടുക്കുന്നുവെന്നാണ്. ഇന്നലെയും ഇന്നും ഒക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ആരും അർജുന്റെ കുടുംബത്തെ കരിവാരിത്തേക്കാനോ ആ കുടുംബത്തെ ആക്ഷേപിക്കാനോ ആ മോശമായ രീതിയിൽ കമന്റുകൾ ഇടാനോ പാടില്ല എന്നാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം സൈബർ ഇടത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ജനങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഏറെക്കുറെ സമയവും ചിലവഴിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായും അവിടെ വരുന്ന വാർത്തകൾക്കിടയിൽ അവർ കമന്റുകൾ ഇടും. ചിലർ കുറച്ച് രോക്ഷത്തോടു കൂടി പ്രതികരിക്കും, ചിലര് വളരെ മോശമായ രീതിയിലും പ്രതികരിച്ചെന്നിരിക്കാം. പക്ഷെ അതൊന്നും, ഇതിനെല്ലാം കാരണം മനാഫാണെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ മോശമായ ഒരു കാഴ്ചപ്പാടാണ്. ഒരിക്കലും ഓലെ ആക്രമിക്കരുത്, ഓർക്കെതിരെ ഒരു കമന്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്.
അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഒരു ഇതും. ശരിക്കും പറഞ്ഞാൽ ഉരുള് പൊട്ടേണ്ടതും മണ്ണിടിച്ചിലുണ്ടാവേണ്ടതും പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന മലഞ്ചെരുവുകളിലോ കുന്നിന്റെ താഴ്വരകളിലോ അല്ല, മറിച്ച് ചില മനുഷ്യരുടെ മനസ്സിലാണ്. അതിലൂടെ അവരുടെ മനസ്സിൽ കുടികൊള്ളുന്ന വിഷവും അസൂയയും കുശുമ്പും കുന്നായികയും കണ്ണുകടിയും എല്ലാം ഒഴുകി ഒഴുകി പുറത്തേക്ക് പോകണം. അത്തരത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യകോലം പൂണ്ട കുറെ ആളുകളുണ്ട്. അവരുടെ മനസ്സിലാണ് ശക്തമായ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും ഉണ്ടാകേണ്ടത്. നമ്മുടെ ചാനലിലെ കഴിഞ്ഞ വീഡിയോകളുടെ എല്ലാം അടിയിൽ വരുന്ന ഒരു കമന്റ്, കൂടുതലായി വരുന്ന ഒരു കമന്റ് ഇതാണ്: ഇനി ആരെങ്കിലും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അർജുന്റെ ഫാമിലിയെ ഓർക്കുക. ഇങ്ങനെയുള്ള കമന്റുകളാണ് ധാരാളമായി വരുന്നത്. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ അർജുനെതിരെ കേസെടുത്ത സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് FIR സമർപ്പിച്ച് കോടതിയിൽ ഹാജരാക്കി ഈ മനാഫിനെ തൂക്കിക്കൊല്ലണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇനി ഒരുത്തരും ഒരു കാലത്തും നമ്മുടെ നാട്ടില് മതസൗഹാർദ്ദവും മനുഷ്യസ്നേഹവും പരസ്പരമുള്ള കരുതലും കരുണയും ഒത്തൊരുമയൊന്നും പറഞ്ഞ് ഇത്തരം ഉടായ്പകളൊന്നും പറഞ്ഞ് പൊതുരംഗത്തിറങ്ങരുത്. ആരെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങരുത്. അത്തരത്തിലുള്ള നൈർമല്യമുള്ള മനസ്സിനുടമകൾ ആരെങ്കിലും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അവർക്കൊക്കെ ഇതൊരു പാഠമാക്കിക്കൊണ്ട് അവരെ എല്ലാം വാൺ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മനാഫ് എന്ന മനുഷ്യസ്നേഹിയെ തൂക്കിക്കൊല്ലുക. ഞാൻ ഇതിലൊരു പാഠം പഠിച്ചത്, ആവശ്യമില്ലാത്ത ആൾക്ക് ഉപകാരം ചെയ്യാൻ പോരുത്. വിശക്കണ ആളെ നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ നല്ലതാണ്. വീണ്ടും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മൂന്നാമത് ഭക്ഷണം കൊടുത്താൽ ഒരു ചിലപ്പോൾ ഇഷ്ടപ്പെടുക. ഞാൻ അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ഈ ഭൂമിയിൽ രണ്ടു തരം മനുഷ്യരാണുള്ളത്. ഒന്ന് മനാഫിനെ പോലുള്ള മനുഷ്യരും, മറ്റൊരു വിഭാഗം അർജുന്റെ അളിയനെയും സഹോദരിയും പോലുള്ള മനുഷ്യരും. ഇവരിൽ ആരുടെ കൂടെ നിൽക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുക.